എല്ലാം സന്തോഷിപ്പിച്ച ദൈവത്തിന് പ്രിയ ദൈവദാസനോടും എല്ലാവരോടും നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുകയാണ്. आज के ऐसा एक सुंदर अवसर मुझे दे दिया हुआ और मुझे सेवाई के लिए हम दिलाए हुआ प्रभु के दास राजू पेनार पास्टर और पीके थॉमसन पास्टर और अनुवाद करते हुए जोई पास्टर और जो वर्शिप लीड किया हुआ विरचन उन सभी को मैं प्रभु यीशु मसीह के नाम से मैं धन्यवाद देता हूँ. ഈ ഗോഡ്സ് മിഷൻ മിനിസ്ട്രിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. इस गॉड्स मिशन मिनिस्ट्री को परमेश्वर बहुतायत से आशीष करे. ഇത് ദൈവത്തിന്റെ ഒരു ദൗത്യമാണല്ലോ. क्योंकि ये परमेश्वर का एक सेवकाई है. ദൈവ ദൗത്യം ആരംഭിച്ചത് തന്നെ ദൈവമാണ്. इस सेवकाई को शुरू किया हुआ परमेश्वर. വേല ആരംഭിച്ചത് ദൈവമാണ്. जो काम शुरू किया हुआ परमेश्वर है. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആരംഭിച്ച ദൈവം അവസാനത്തോളം ആമേൻ ആമേൻ തന്റെ വേലയെ തികപ്പാൻ ആമേൻ ശക്തനായ ദൈവമാണ്. ऐसा है तो इस सेवकाई को शुरू किया और जो परमेश्वर उसको समाप्त करने तक अच्छी तरह से ले जाने के लिए परमेश्वर सर्वशक्तिमान है. ഞാൻ എൻ്റെ സാക്ഷ്യം അല്പം ഒന്ന് പറഞ്ഞതിന് ശേഷം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് SHJI ഷാജി മേനോൻ എന്നാണ്. ഷാജി എന്നാണ് എൻ്റെ പേര്, ഷാജി. ആമേൻ. ഞാൻ പാലക്കാട് ജില്ലയിൽ കൂറ്റനാട് അടുത്ത് കോട്ടപ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു നായർ കുടുംബത്തിൽ അല്ലെങ്കിൽ മേനോൻ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. मेरा थोड़ा गवाहियां बताकर मैं परमेश्वर के वचन की ओर जाना चाहता हूँ. मेरा नाम है शाजी मेनोन. मैं पालक्काड़ में एक नायर परिवार में जन्म होके बढ़ के आया हुआ है. വളരെ ചെറുപ്പകാലം മുതലേ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ ഭയഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. बचपन से परमेश्वर का भय भक्ति में बढ़ के आया हुआ एक परिवार है हमारा परिवार. 2-3 ക്ഷേത്രങ്ങളിൽ പൂജ മുടങ്ങിക്കിടന്ന സ്ഥാനത്ത് ഞങ്ങള്, എൻ്റെ അച്ഛനും ഞാനും അമ്മയും 3 സഹോദരിയും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും പോയി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ പൂജ ആരംഭിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥന ആരംഭിക്കുവാൻ ഭജന ഇരിക്കുവാനൊക്കെ ഇടയായി തീർന്നു. 2-3 मंदिर बंद होके पड़ा था. उसी मंदिर में प्रभु के दास और उनके माँ बाप और 3 बहन लोग मिलकर वहां पर जाके भजन करने के लिए उस प्रार्थना शुरू करने के लिए हुआ है. 3 അമ്പലം ഇന്ന് വലിയൊരു വികസനത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചത്. और तीनों मंदिर आज बड़े एक बड़ी तौर से थोड़ा प्रसिद्ध बना दिया है. അങ്ങനെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം എന്റെയും ജീവിതത്തിൽ ഇടപെടുവാനിടയായി. अब्राहम के जीवन में जो कार्य किया परमेश्वर है मेरे जीवन में भी कार्य करने पाया. ഞാൻ അവിടെ ഞങ്ങളുടെ നാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിയോടുള്ള ബന്ധത്തിൽ ഗുജറാത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. अपने गांव में जो पढ़ाई के बाद काम के लिए गुजरात में जाना पड़ा. അവിടെ വെച്ച് ദി പെന്തക്കോസ്ത് മിഷൻ എന്ന് അറിയപ്പെടുന്ന TPM-കാർ എൻ്റെ അടുക്കൽ വരികയും ദൈവവചനം ഷെയർ ചെയ്യുവാനും ഇടയായി തീർന്നു. वहां पर रहने के समय जो TPM चर्च है दी पेंतकोस्त मिशन का जो कुछ सेवक लोग मेरे पास आके परमेश्वर के वचन को बांटने लगा. ഞാൻ ആ സമയത്ത് ഒത്തിരി എതിർക്കുകയൊക്കെ ചെയ്തു. എങ്കിലും അവസാനം അവരുടെ സൗമ്യതയും അവരുടെ സമർപ്പണവും അവരുടെ വാക്കിന്റെ ആധികാരികതയും ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനകത്ത് എന്തോ ഒരു സത്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കുവാനിടയായി തീർന്നു. पहले मैं उनके विरोध करने लगा, लेकिन उनके जो बात करने का तरीका, नम्रता और उनका जो मेरे से कैसा व्यवहार करता है वो सब कुछ देखकर मुझे ऐसा लगा है कि इसमें कुछ तो सच्चाई है. ये समझकर मैं उनका जो बातों का स्वीकार करने पाया. എങ്കിലും എന്റേതായിട്ടുള്ള ആ അറിവ് ഞാൻ വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. तो भी मेरे पास जो जिस जानकारी है वो मैं छोड़ने के लिए तैयार नहीं था. എന്റേതായിട്ടുള്ള വിശ്വാസത്തെ ഒഴിവാക്കാൻ ഞാൻ തയ്യാറായില്ല. मेरा जो विश्वास है उसको तोड़ने के लिए मैं तैयार नहीं था. ഇവർ എന്നോട് സുവിശേഷം അറിയിക്കുന്ന സമയത്ത് ഞാൻ അവരെ
അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനൊക്കെ ഇടയായിത്തീർന്നു. उन्होंने जब मुझे सुसमाचार सुनाता था तभी मैं उनको छोड़ के अलग होकर जाने के लिए कोशिश करता था। അങ്ങനെ അവരോട് ഞാൻ അവസാനം ആവശ്യപ്പെട്ടു, നിങ്ങളൊരു ബൈബിൾ എനിക്ക് വേണം, ഒരു ബൈബിൾ ഞാൻ അവരോട് ആവശ്യപ്പെടുവാൻ ഇടയായിത്തീർന്നു. आखिरी में उनसे मैं एक विनती किया, हो सकता है तो मुझे एक बाइबल दीजिए। ആ ബൈബിൾ വാങ്ങിക്കാൻ കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ഇതിനകത്ത് ഇത് വായിച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ വിശ്വാസത്തിൽ വരുവാൻ വേണ്ടിയല്ലായിരുന്നു. से जो बाइबल मांगा इसी कारण से ये बाइबल पढ़कर विश्वास में आने के लिए नहीं है, बल्कि वचन पढ़ के उसके अंदर कुछ गलतियां है तो ढूंढ के उनसे वाद विवाद करने के लिए। കാരണം എൻ്റെ ചിന്താഗതിയിൽ അന്നത്തെ ചിന്ത അനുസരിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പുസ്തകങ്ങളുണ്ട്, വേദങ്ങളും വേദോപനിഷത്തുകളും രാമായണവും ഭഗവത്ഗീതയും മഹാഭാരതവും ഇങ്ങനെയുള്ള ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് ഉള്ള അറിവിനേക്കാൾ എന്താണ് ഈ ഒറ്റ പുസ്തകത്തിലുള്ളത് എന്നായിരുന്നു എൻ്റെ ഉള്ളിലുള്ള ചോദ്യം. मेरा ये चिंता ये था कि मेरा घर में बहुत सारी किताबें हैं, रामायण है, महाभारत है, उपनिषद है, ऐसा बहुत सारे किताबें मेरे घर में है और इसी इतने किताबों में जो दिया हो उससे बढ़कर कुछ जानकारी ये एक ही किताब के अंदर क्या है करके देखने के लिए था। എന്നാൽ ഈ ബൈബിൾ ഞാൻ വാങ്ങി ആദ്യമായി വായിച്ചു, പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥിച്ചത് യേശുവിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ യഹോവ എന്ന് വിളിച്ചോ അല്ലെങ്കിൽ വേറൊരു പേരിലോ അല്ല. എൻ്റെ ദൈവമേ, എന്നെ സൃഷ്ടിച്ച ദൈവമേ, ഈ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് സത്യം എന്താണെന്ന് അറിയണം, അല്ലാതെ ഞാൻ ഒരിക്കലും വേറൊരു വിശ്വാസത്തിലേക്ക് പോകാൻ ഇടയായിത്തീരരുത്. എന്താണ് അവിടുത്തെ സത്യം അത് അറിയാൻ ഇടയായിത്തീരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ബൈബിൾ ഓപ്പൺ ചെയ്തത്. मेरे पास बाइबल मिला तो मैं बाइबल शुरुआत करने पढ़ने के पहले मैंने प्रार्थना किया। प्रार्थना यीशु के नाम से या यहोवा के नाम से कुछ नहीं था, मैंने ऐसा प्रार्थना किया, मुझे सृष्टि किया वो परमेश्वर, अगर ये बाइबल पढ़ने के समय इसके अंदर कुछ सच्चाई है तो मुझे प्रकट करके दे करके मैं प्रार्थना करने लगी। അങ്ങനെ ആദ്യം മുതലേ ഈ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം മുതൽ കണ്ട വചനം എൻ്റെ കണ്ണ് പ്രകാശിക്കുവാൻ തുറക്കുവാൻ ഇടയായി തീർന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരു സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ആ സൃഷ്ടിപ്പിന്റെ ഉടമസ്ഥനായ ദൈവത്തെ ആദ്യം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാണിക്കുന്ന ഒരു പുസ്തകം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല സൃഷ്ടി വിവരണം ഇതുപോലെ വളരെ കൃത്യമായ രീതിയിൽ എഴുതിയിരിക്കുന്ന പുസ്തകം. അതുമാത്രമല്ല സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും സൃഷ്ടിയുടെ മണിമുകുടമായ മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ള കാര്യമൊക്കെയും അറിഞ്ഞതിൽ ആമേൻ ഞാൻ ആശ്ചര്യപ്പെട്ടു. बाइबल खोल के पढ़ने लगा तो पहले मुझे मिला हुआ जो वचन है मुझे आश्चर्य कर दिया। उस वचन ऐसा था कि आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की। जो परमेश्वर का सृष्टि के बारे में लिखा हुआ किताब और ये दुनिया में और ऐसा कोई किताब नहीं है जो सृष्टि के बारे में दिया हुआ और शुरुआत के बारे में दिया हुआ, सृष्टि के विवरण दिया हुआ और कैसा सृष्टि किया हुआ, वो सृष्टिकर्ता परमेश्वर को पहचान कराने वाला और मनुष्य के पापों के लिए ये दुनिया में आया हुआ यीशु मसीह को प्रकट किया हुआ ऐसा एक किताब दूसरा कोई नहीं। ഇന്നത്തെ പാട്ടിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, മലയാളത്തിലും ഹിന്ദിയിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു പ്രിയ സഹോദരൻ പാടിയത്. അതിലിങ്ങനെ ഒരു ഹിന്ദി പാട്ടിൽ ഇങ്ങനെ അവൻ പാടിയത് കേൾക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ എല്ലാം വളരെ അധികമാണ്, എണ്ണിക്കൂടാതെ വണ്ണമാണ്. അല്ലെങ്കിൽ ബേഷുമാറാണ്, അത് ഷുമാറല്ല, ബേഷുമാറാണ്, അൻഗിനത്താണ്, അല്ലെങ്കിൽ എണ്ണി പറയുവാൻ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒന്നാണ് എന്ന് കേൾക്കുവാനിടയായി തീർന്നു. आज के गीत में मैं ध्यान दे रहा था, जो हिंदी में और मलयालम में प्रभु के दास गीत गाने के समय उसने ऐसा जो गीत गाया है, परमेश्वर का जो प्रेम है अगम्य है, वो अनगिनत है, वो तो विवरण नहीं कर सकता हुआ बहुमूल्य है करके जो अगम्य प्रेम के बारे में गीत गाया है। അങ്ങനെ ആ ദൈവത്തിന്റെ സ്നേഹം എന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. ऐसा उस परमेश्वर का प्रेम मुझे मसीह की ओर ले गया है। ഈ ബൈബിളിലെ
പഴയ നിയമം വായിച്ചപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാകുവാനിടയായിരിക്കും. बाइबल के जूना नियम पढ़ने के समय, पुराना नियम पढ़ने के समय मैं कौन है करके समझने लगा. എൻ്റെ പാപം, എൻ്റെ അവസ്ഥയുടെ, ഇപ്പോഴുള്ള അവസ്ഥയുടെ ശൂന്യതയുടെയും പാഴിൻ്റെയും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഒന്നുമില്ലാത്ത ഒരു ഇരുട്ടിൽ, ഒരു ഭയത്തിന്റെ അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. मेरा जो पाप और मेरा जिंदगी, मैं जो डर के मारे अंधकार में बैठा हुआ एक व्यक्ति है करके मुझे समझ में आया. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ഉടന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. मसीह में आने के पहले मैं घूमते फिरते हुए एक व्यक्ति था. ലക്ഷ്യബോധമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. कुछ निशानी नहीं था, कहाँ जाना है, कैसा जाना है करके विचार नहीं, वैसा घूमने वाला व्यक्ति. പക്ഷെ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ, വിശ്വസിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്നെ വിശ്വാസത്തിൽ നിലനിർത്തിയ ഒരു വചനമുണ്ട്. അത് മറ്റൊന്നുമല്ല, മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായമാണ്. 6:31 മുതൽ 33 വരെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആദ്യം ഭൗമികമായ കാര്യങ്ങളല്ല, ഈ ഉള്ളതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല അന്വേഷിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ ഇതൊക്കെയും സ്വർഗത്തിലെ ദൈവം നൽകി തരുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. हमें परमेश्वर के वचन पढ़ने के समय मुझे मिला हुआ एक गहराई के वचन ये था. मत्ती का समाचार 6वां अध्याय 31 आयत से 33 आयत तक जो लिखा हुआ है वो ये है कि पहले परमेश्वर के राज्य और धार्मिकता का खोज करना. ആമേൻ. ആ വചനത്തെ മുറുകെ പിടിച്ചു, ആ വചനത്തിൽ വിശ്വസിച്ചു. ഇനി ദൈവമേ, ഞാൻ ആ ബൈബിളിൽ എൻ്റെതാ ഇപ്പോഴുമുള്ള ഈ ബൈബിളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പറഞ്ഞു, ഇനി ദൈവമേ കർത്താവെ, അങ്ങേ വിട്ട് ഞാൻ മറ്റൊരു മാർഗത്തിലേക്ക് പോകത്തില്ല. ഞാൻ ഈ ബൈബിളിൽ, ഈ വചനത്തിൽ വിശ്വസിക്കുന്നു, അങ്ങ് സത്യമാണെന്ന് വിശ്വസിക്കുന്നു, ഈ പുസ്തകം സത്യവേദമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ, ഞാനിതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അന്ന് എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. उस दिन ये वचन जो पढ़ा है, जो पहले प्रभु की राज्य और धार्मिकता का खोज करो, बाकी सब कुछ उसमें मिल जाएंगे. उस वचन मिलने के समय मैंने उस दिन वो बाइबल में हाथ रखे मैं प्रार्थना करने लगा, परमेश्वर ये वचन सच है करके मैं विश्वास करता हूँ, ये परमेश्वर के वचन करके मैं विश्वास करता हूँ. ये बाइबल छोड़कर या ये विश्वास छोड़ के और मैं कहाँ नहीं जाऊंगा, इसी में लगी रहूंगा करके मैं परमेश्वर के सामने समर्पण करके प्रार्थना करने लगा. എന്നാൽ ഒരു കാര്യം ആ അധ്യായത്തിലുണ്ട്, 6-ാമത്തെ അധ്യായത്തിലുണ്ട്. ദൈവം എന്ത് അരുത് വേണ്ട എന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ടോ അത് തന്നെ നാം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഭാരപ്പെടേണ്ട, എന്ത് വസ്ത്രമണിയും, എന്ത് തിന്നും, എന്ത് കുടിക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞ ദൈവത്തോട് ഈ കാര്യങ്ങൾ മാത്രം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി ആയിരിക്കുന്നു ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ, അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ, അല്ലെങ്കിൽ ദൈവ മക്കളുടെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. लेकिन एक बात यह है कि उसी आयत में मैंने देखा हुआ उस वचन यह है कि जो चीज परमेश्वर चिंता नहीं करना, उसके बारे में सोच विचार नहीं करना, उनके बारे में व्याकुल ना करना करके जो परमेश्वर कहा है, उसी बातों को आज हम प्रार्थना करते हैं, उसी बातों को हम मांगते रहते हुए एक अवस्था मसीह लोगों के बीच में, प्रभु के दास लोग, प्रभु के बच्चों के बीच में हम देख रहा है कि जो कपड़ा खाने के बारे में चिंता नहीं करना, उसके बारे में व्याकुल ना करना करके परमेश्वर ने कहा है, लेकिन उसी बातों को के लिए हम प्रार्थना करते रहते हैं. നാം ഇങ്ങനെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ കാണിച്ചു കൊടുത്ത ലോകത്തിന്റെ മഹത്വത്തെ യേശു ക്രിസ്തു വേണ്ടെന്ന് പറഞ്ഞ ദൈവവചനമാണ് വലുത്, അല്ലെങ്കിൽ ദൈവവചനപ്രകാരം ജീവിപ്പാൻ കാണിച്ചു തന്ന ഒരു വലിയ മാതൃകയെ, നല്ല മാതൃകയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതേ നാമത്തെ സ്വീകരിച്ച് യേശു എന്തിനെ തിരസ്കരിച്ചുവോ അതിനെ സ്വീകരിപ്പാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണോ ഇന്നത്തെ ക്രിസ്തീയ സമൂഹം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ജനമേ,
आमेन। यीशु मसीह के सामने ये सारे दुनिया के सारे वैभव को दिखाने के समय यीशु मसीह ने उसको इंकार किया है, और परमेश्वर के वचन ही मुख्य है। वो वचन है, वचन ही चाहिए करके जो प्रभु ने हमें दिखाया, लेकिन उसी अवस्था छोड़कर आज हम यीशु मसीह नहीं चाहिए बोला हुआ विषय के लिए हम ढूंढते हैं, उसके लिए हम चाहते, उसके पीछे हम भागते रहते हैं। ये बातों को हम विचिंतन करने का जरूरी है। അമേൻ. ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിത്തീരും. परमेश्वर पर हम विश्वास रखिएगा तो परमेश्वर का महिमा हम देख पाएंगे। ദൈവവചനത്തിന് ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തി ദൈവത്തിന്റെ വചനത്തിലുമുണ്ട്. परमेश्वर में जितनी सामर्थ्य है उतनी सामर्थ्य परमेश्वर के वचन में भी है। ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്നത്തെ ആമേൻ ഈ മെസ്സേജിന് ഒരു പേര് നൽകുകയാണെങ്കിൽ വെളിച്ചം ഉള്ളവർ ആയിരിക്കുക എന്നാണ്. मैं गवाही बोल के समय निकालना नहीं चाहता हूँ, मैं वचन पे आना चाहता हूँ। आज के वचन का जो एक नाम देना है, आज के संदेश के लिए एक नाम देगा तो हम प्रकाशित होना चाहिए। വെളിച്ചം ഉള്ളവരായിരിക്കുക. हम प्रकाशमय होना चाहिए। കാരണം ദൈവവചനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആ വെളിച്ചത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. क्योंकि परमेश्वर के वचन जो शुरू होता है और खत्म करता है, ये दोनों प्रकाश के बारे में बताकर, ആ വചനം ആരംഭിച്ചതിന് ശേഷം വെളിച്ചം അങ്ങോട്ട് പ്രകാശിച്ച് അവസാനം വരെയും വെളിച്ചം നമുക്ക് തിരുവചനത്തിൽ ആകമാനം കാണുവാൻ കഴിയുന്നുണ്ട്. उस वचन जो प्रकाश हमें दिया है, उस प्रकाश में से शुरू होकर उस वचन के अंत तक जाने के समय में भी हर जगह में उस प्रकाश को हमें दिखाते रहता है। ആദിയിൽ എന്നാരംഭിച്ച് ആമേൻ എന്ന വാക്കിൽ അവസാനിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. आदि में जो शुरू होकर आमीन करके जो खत्म करता है परमेश्वर के वचन। അങ്ങനെയെങ്കിൽ ആത്മീയമായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ആദിയിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ ആദ്യൻ, ഞാൻ തന്നെ അന്ത്യൻ. इसलिए जो वचन में हम देखेंगे आदि में करके जो दिया हुआ है, उसमें आदि में प्रभु यीशु मसीह था, इसलिए यीशु ने कहा मैं हूँ आदि और अंत। ബൈബിൾ അവസാനിക്കുന്നത് ആമേൻ എന്ന വാക്കുകൊണ്ടാണല്ലോ. बाइबल जो खत्म हो जाता है आमीन करके शब्द से। അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവന്റെ പേര് ആമേൻ എന്നാണ്. ऐसा है तो प्रकाशित वाक्य में हम देखते हैं कि उसके नाम आमीन है। നമ്മുടെ ജീവിതത്തിൽ ആദിയിൽ യേശു ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ അവസാനം നാം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആമേൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിന്റെ മറുപടി നമ്മുടെ മുന്നിൽ കാണുവാനിടയായിത്തീരും. हमारा प्रार्थना के आरंभ में आदि में प्रभु यीशु मसीह है, तो हम प्रार्थना खत्म करने के समय आमीन करके जो शब्द कहते हैं वो हमारा प्रार्थना का जवाब वहां पर मिल जाते हैं। ഒരു വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. अब एक वचन पढ़ेंगे, उत्पत्ति के किताब 1 अध्याय 3-ാമത്തെ വാക്യം. 1 अध्याय उसके 3 आयत। വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. यहाँ पर हम पढ़ते हैं कि परमेश्वर ने कहा, जो तब परमेश्वर ने कहा उजियाला हो, तो उजियाला हो गया। ദൈവ വായിൽ നിന്ന് ആദ്യമായി പുറപ്പെട്ട വചനം, വചസ്, ശബ്ദം, വാക്ക് വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ്. परमेश्वर के मुंह से निकला हुआ जो पहले शब्द या वचन यह है कि जो उजियाला हो। നമ്മുടെ വായിൽ ആ വചനമുണ്ടെങ്കിൽ, ആ വെളിച്ചമുണ്ടെങ്കിൽ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ യേശു ക്രിസ്തു നമ്മുടെ വായിൽ സ്തുതിയായി ആമേൻ നന്ദി കരേറ്റുന്ന
ഒരു നാമമായിട്ട് ഉണ്ടെങ്കിൽ ആ നാവ് കൊണ്ട് പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ ആമേൻ വെളിച്ചമുണ്ടായതിനു ശേഷം ഭൂമി അലങ്കരിക്കപ്പെട്ടതുപോലെ, ഭൂമി ശൂന്യമായത് നിറവുള്ളതായി തീർന്നതുപോലെ, പാഴായി കിടന്നതിന് പുതിയ രൂപം ദൈവം കൊടുത്തതുപോലെ ആമേൻ നമ്മുടെ ജീവിതത്തിന് ചില വർണ്ണ പകിട്ടേറുവാൻ മാത്രമല്ല ആമേൻ പാഴും ശൂന്യമായ അനുഭവത്തെ മാറ്റി നിറവിലേക്ക് ആനന്ദത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ആ വെളിച്ചത്തിന് ശക്തിയുണ്ട്. आमीन। परमेश्वर ने जो उजियाला हो जाए करके कहा है, वैसा उजियाला होने की बात जो सब कुछ सुंदरता में हो गया है, जो शून्य होके आमीन निर्जल होके पड़ा हुआ धरती को सुंदरता बनाया है, उस धरती में सब कुछ आया हुआ जैसा हम हमारा जीवन में उस उजियाले से हम शुरू करेंगे। हमारा जो अंधेरे में पड़ा हुआ अवस्था है, जो निर्जल में पड़ा हुआ अवस्था है, उस शोभायमान होकर सारे आशीषों से भरकर आमीन करके शब्द में कदम हो जाए। ആമേൻ. നമുക്കറിയാം ഇവിടെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഭൂമിയെ കാണുന്നില്ല. കാരണം താഴോട്ട് നാം വായിക്കുമ്പോൾ ആമേൻ എന്താണ് ഭൂമി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ആമേൻ പ്രൈസ് ദി ലോർഡ് അവിടെ എഴുതിയിരിക്കുന്നത് ഭൂമി എന്ന പേർ ആമേൻ ഇടുവാൻ കാരണം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയെ ഉഷത്തായി 2-ാം ദിവസം. അങ്ങനെ നാം മേലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ദൈവം ആമേൻ ഉണങ്ങിയ സ്ഥലത്തിന് ഭൂമി എന്ന് പേരിട്ടു. ഉണങ്ങിയ സ്ഥലത്തിന് ആമേൻ ദൈവം ഭൂമി എന്ന് പേരിട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. वचन पढ़ने के समय आमीन हमें मालूम पड़ता है कि परमेश्वर ने जब बनाया है, धरती को बनाया है, लेकिन वो धरती करके जो नाम लेने के पहले हम पढ़ते हैं कि परमेश्वर ने जो कहा जल के बीच एक ऐसा अंदर हो कि जल 2 भाग हो जाए, और जो जल के सूखा जगह को परमेश्वर ने धरती करके नाम लिया है करके ना वो आयत में हम देखते हैं। അതിന്റെ 9-ാമത്തെ വാക്യം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഉണങ്ങിയ നിലം ആമേ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. यहाँ पर 9 आयत से हम देखते हैं कि फिर परमेश्वर ने कहा आकाश के बीच जल एक स्थल में इकट्ठा हो जाए और सूखी भूमि दिखाई दे, और वैसा ही हो गया। और परमेश्वर ने सूखी भूमि को पृथ्वी कहा, तथा जो जल इकट्ठे हुए उसने समुद्र कहा, और परमेश्वर ने देखा कि अच्छा है। അങ്ങനെങ്കിൽ ആദിയെങ്കിൽ നാം നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്നത് ഒരു ജലഗോളമാണ്. ജലഗോളം, ഭൂമിയല്ല, ഒരു വെള്ളത്തിന്റെ വലിയൊരു ഗോളത്തെയാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ऐसा है तो परमेश्वर का सृष्टि को हम यहाँ पर देखते हैं कि वो पृथ्वी नहीं है, जैसे पानी का एक गोल, ऐसा जो पानी का एक रूप परमेश्वर वहां पर दिखाता है, वो है आमेन धरती यहाँ पर नहीं दिखाई देता है। ദൈവത്തിന്റെ ജനമേ, അധികം വൈകാതെ ഈ ജലഗോളമായിരുന്ന ഭൂമി ഇപ്പോൾ പാഴും ശൂന്യവുമല്ല, കാണുമ്പോൾ നല്ല സൗന്ദര്യമുണ്ട്. അധികം വൈകാതെ ഇത് തീഗോളമായി തീരുവാൻ പോകുകയാണെന്ന് പത്രോസ് പറയുകയാണ്. प्रियो, इस जो पानी का जो गोल था आमीन वो पृथ्वी बन गया है, जो शून्य और निर्जल होके पड़ा हुआ जगह को परमेश्वर ने इतना सुंदरता में सजाया गया है, इतनी सृष्टि हमें बना दिया है, लेकिन इसी सुंदरता आग में जला दिया जाएगा करके प्रेरित पत्रोस कहते हैं। വലിയൊരു തീഗോളമായി തീരുവാൻ പോകുകയാണ് ഈ ഭൂമി. बड़ा एक आग की गोला बनने वाला है ये पृथ्वी। ആമേൻ. നമ്മുടെ ആയുസ് നാം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. हमारा जो आयु के बारे में हम सोचना जरूरी है। നമ്മുടെ ഭൂമിയിലെ വാസത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.
धरती के हमारा रहने का जो बारे में सोचना बहुत बहुमूल्य है। നമ്മുടെ സ്ഥാനം, മാനം, നിറം, നമ്മുടെ എല്ലാം, സമ്പത്ത്, നമ്മുടെ ജാതിയായിക്കോട്ടെ മതമായിക്കോട്ടെ, ഇതെല്ലാം മരണം വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനപ്പുറത്ത് ഒരു കൂട്ടിൽ നിന്ന് കിളി പറന്നു പോകുന്നത് പോലെ ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ അകത്ത് ഊതിയാക്കിയ ശ്വാസത്തെ ദൈവം തിരികെ എടുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഈ കൂടാരമാകുന്ന ശരീരം വിട്ടുപോകുമ്പോൾ അന്ന് അയ്യോ എനിക്ക് കഷ്ടം, എനിക്ക് രക്ഷ ഉണ്ടാകത്തില്ല. അവിടെ കാണുന്നത് ഒരുപക്ഷെ ഞാൻ ഹല്ലേലൂയ ആരാധിച്ചതല്ലെങ്കിൽ, ഞാൻ വിശ്വസിച്ചതല്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് പറയുന്ന ഒരു സമയമുണ്ടായിരിക്കും ദൈവത്തിന്റെ ജനങ്ങൾ. आमीन। हम यहाँ पर जो रहते हैं, हमारा जिंदगी को जरा सोचना जरूरी है। हमारा जात हो, हमारा धर्म हो, हमारा कलर हो, हमारा जो कुछ है, यहाँ के धन संपत्ति हो, हमारे यहाँ का जो कुछ है, उसको हम सोचना जरूरी है। क्योंकि एक दिन ये सब कुछ एक पंछी अपने घोंसला से निकल जाते, वैसा ही हमारे अंदर से जो हमारे आत्मा चले जाएंगे, और जाने के बाद हम देखा जाएगा, हम आराधना किया हुआ, हम विश्वास किया हुआ, उसी के बारे में सोच कर हाय हाय करके बोलने का जो अवस्था में हो जाएंगे, वो हम परखना जरूरी है। നോക്കണമേ, ഇവിടെ കാണുവാൻ കഴിയുന്നത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. എന്നാൽ അത് ശരിയാണ്, ദൈവം ആകാശങ്ങളെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ സ്വർഗങ്ങളെ സൃഷ്ടിച്ചു, അതും ശരിയാണ്. പക്ഷേ ഇവിടെ കാണുവാൻ കഴിയുന്നത് ഭൂമിയല്ല, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയുടെ മുകളിലല്ല, വെള്ളത്തിന്റെ മുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു ആത്മാവിന്റെ പരിവർത്തനം ഇവിടെ കാണുവാൻ കഴിയുന്നു. देखिए, परमेश्वर ने धरती और आसमानों को बनाया है। वो बनाया हुआ वो सब कुछ शून्य था, और वो जो भेड़ोल और सुनसान पड़ी थी, लेकिन उसके ऊपर एक पवित्र आत्मा मंडेरा था। वो पवित्र आत्मा मंडेरा हुआ धरती के ऊपर नहीं है, पवित्र आत्मा मंडेरा हुआ जो पानी के ऊपर था। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു വലിയൊരു ന്യായവിധി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പാകെ നോഹയുടെ വെള്ളങ്ങൾ എന്ന് പറയുന്ന നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് മുമ്പാകെ ഒരു ജലപ്രളയം നടന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ऐसा है तो बड़ा एक न्याय जो इसके पहले हो चुका है, एक न्याय विधि हो चुका है। और जो नोहा के समय में पानी से नाश किया गया हुआ, जैसा उसके पहले भी पानी से एक शुद्धिकरण किया गया है करके हम सोचना जरूरी है। അതുകൊണ്ട് ആമേൻ, പുരാതന ലോകത്തെ പുരാതനമായ ഭൂമിയെ ദൈവം ന്യായം വിധിച്ചു എന്ന് തിരുവചനം പറയുന്നു. जो पुराना, जो आदि में जो था, उसे भूमि को, उस धरती को परमेश्वर ने न्याय किया है करके वचन कहते हैं। ദൈവത്തിന്റെ ജനമേ, ദൈവം ന്യായം വിധിക്കുന്നതിന് മുമ്പാകെ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ ഒരു ന്യായമായ പ്രമാണം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദൂതന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. परमेश्वर के न्याय हमारे, उसके पहले परमेश्वर एक व्यवस्था दिया गया है, वो दूतों को भी ये व्यवस्था दिया गया है। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. വേദ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഈ ഭൂമി വെള്ളത്താൽ നിറയപ്പെടാൻ കാരണം ഭൂമിയെ ദൈവം ന്യായം വിധിച്ചു. ഭൂമിയിൽ അന്ന് പാർത്തിരുന്ന ദൂതന്മാരോടുകൂടെ ഏതൊക്കെ ജീവജന്തുക്കളാണോ ഉണ്ടായിരുന്നത് നമുക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വലിയൊരു ന്യായവിധിയാണ് ഈ ഭൂമി വെള്ളത്താൽ നിറയപ്പെടുവാൻ കാരണമായി തീർന്നത്. അതേ ന്യായവിധിയെ തന്റെ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് ആമേൻ ദൈവത്തെ ഒന്നും ചെയ്യാൻ കഴിയാത്ത പിശാച് സാത്താൻ മനുഷ്യന്റെ മേലാക്കി വെക്കുന്നത് തന്ത്രപരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. जो बाइबल के पंडित लोग, ज्ञानी लोग, ऐसा कहा जाता है कि परमेश्वर ने ये धरती को एक बार न्याय किया है, जो पानी में डुबा कर उसको न्याय किया है, इसी कारण वो पानी से भरा हुआ है करके जो पंडित लोग कहते हैं। लेकिन हमें उस मनुष्य को जो परमेश्वर ने बनाया परमेश्वर की ओर के लिए, लेकिन वो मनुष्य को शैतान ने अपने वश में करके उन्हें डुबा दिया हुआ है, उन्हें अपने वश में कर दिया हुआ है।
വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. यहाँ पर हम देखते हैं परमेश्वर ने कहा उजियाला हो जाए। ദൈവത്തിന്റെ ആദ്യ കൽപ്പന ഉണ്ടാകട്ടെ എന്നാണ്, ഉണ്ടാകട്ടെ എന്നാണ്. परमेश्वर का जो पहले जो आज्ञा या परमेश्वर पहले कहा हुआ यह शब्द ऐसा है जो होने दे। ഉണ്ടാകട്ടെ. എന്താണ് ഉണ്ടാകേണ്ടത്? വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ ശൂന്യത മാറും, അങ്ങനെയെങ്കിൽ പാഴായിരിക്കുന്ന അനുഭവം മാറും. വെളിച്ചമുണ്ടായെങ്കിൽ होने दे करके जो कहा है, होने दे करके कहने की मतलब यह है कि जो हमें प्रकाश होने दे, प्रकाश हो जाएगा। जो शून्य है और जो अंधेरे में पड़ा है वो सब दूर हो जाएंगे, उजियाले में बदल जाए। ആമേൻ. ഈ ഭൂഗോളത്തെ, വെള്ളത്തിന്റെ ഗോളമായിരിക്കുന്ന ഈ ഭൂഗോളത്തെ ഒരു പക്ഷി മുട്ടയുടെ മീതെ പൊരുന്നിരിക്കുന്നതുപോലെ പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് ഭൂഗോളമാകുന്ന മുട്ടയുടെ മേൽ ആവസിച്ചു കൊണ്ടിരുന്നു എന്നാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. आमेन। ये जो पानी का गोल है, पानी का जो जो पानी के जो है धरती, उसी के ऊपर जैसे परमेश्वर की आत्मा परिवर्तन किया है, इसके मतलब जैसा जो अंडे के ऊपर चिड़िया बैठते हुए, जैसा जो परमेश्वर इसके पवित्र आत्मा इसके ऊपर काम करके उसको आमेन वापस रूपांतर कर दिया है करके हम सोचना है। ഇവിടെ പരിശുദ്ധാത്മാവ് പ്രാവാണെന്ന് ആരും വിചാരിക്കേണ്ട. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നു. ആമേ. അതുകൊണ്ടാണ് ആമേ കാവ്യരൂപത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. पवित्र आत्मा कबूतर करके कोई मत सोचना, क्योंकि यहाँ पर हम देखते हुए पवित्र आत्मा जो कबूतर के रूप में प्रकट हुआ है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഈ പരിശുദ്ധാത്മാവ് ആദ്യമേ ചെയ്തത് ഒരു വലിയ പരിവർത്തനമാണ്. പരിവർത്തനം. पवित्र आत्मा पहले से किया हुआ एक काम है, एक परिवर्तन या एक मंडला था। ഒരു ദിവസം കൊണ്ട് ആത്മാവ് വന്ന അതേ ദിവസം, അതേ സെക്കൻഡിൽ, അതേ മിനിറ്റിൽ, അതേ മണിക്കൂറിൽ ആമേൻ എല്ലാം സംഭവിക്കും എന്ന് വിചാരിക്കണ്ട. एक ही समय में, एक ही सेकंड में जो आत्मा आता है वो सब परिवर्तन करता है, वो सब कुछ एक ही सेकंड में उसी समय में हो जाएंगे करके मत सोचिए। മുഴു ഭൂഗോളത്തിന്റെയും മീതെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം എത്ര സമയം നടന്നു എന്നറിയത്തില്ല. എന്നാൽ ആ പരിവർത്തനത്തിന്റെ പരിണിത ഫലമായിട്ട് വെളിച്ചം ഉണ്ടായി. അതായിരുന്നു ദൈവത്തിന്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് വായിലൂടെ വന്ന വചനം. आगे जो पवित्र आत्मा कितना दिन, कितना समय तक ऐसा मंडला था, कितना समय तक ऐसा परिवर्तन किया है करके बोल नहीं सकता है, लेकिन पवित्र आत्मा उसके ऊपर ऐसा मंडला था। तभी परमेश्वर के जो मुंह से निकला हुआ जो शब्द था, प्रकाश हो जाए, उसी प्रकाश हो जाए करके बोला हुआ शब्द सब कुछ उजियाला कर दिया है। നമ്മുടെ ഭാരതത്തിലെ മഹർഷിമാർ പണ്ട് പറഞ്ഞിരുന്ന ആ മന്ത്രോച്ചാരണമുണ്ടല്ലോ, ആമേൻ തമസോമ ജ്യോതിർഗമയ. അതിന്റെ മറുപടി യേശു ലോകത്തിൽ വന്ന് സകല ജനത്തോടും അറിയിച്ചു, ഞാൻ തന്നെയാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന്. आदिम समय में जो ऋषि लोग बैठ के जो मंत्र बोल रहा था, उसमें ऐसा है जो अंधकार से हमें ज्योति में ले जाए, उसी जो वचन है हम यहाँ देखते हैं कि परमेश्वर ने कहा उजियाला हो जाए। പ്രൈസ് ദി ലോർഡ്. അപ്പോ വെളിച്ചമുണ്ടായാൽ ചില ശൂന്യതകൾ മാറും. വെളിച്ചമുണ്ടായാൽ ചില പാഴായിരിക്കുന്ന അനുഭവം മാറും. വെളിച്ചമുണ്ടായാൽ രൂപമില്ലാത്തതിന് രൂപം വരും. ആമേൻ. വെളിച്ചമുണ്ടായാൽ ഒരു പൂർണ്ണത വരും. വെളിച്ചമുണ്ടായാൽ ഒരു നിറവ് വരും എന്ന് ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. एक उजियाला आ जाएगा तो जो शून्य अवस्था भर जाएंगे, उजियाला आएगा तो अंधकार दूर हो जाएंगे। जो उजियाला आते हुए जगह में जो रूप नहीं है या कुछ शेप नहीं है, उसको रूप में बदल जाएंगे। उजियाला आएगा तो सब कुछ रूपांतर हो जाएंगे। ये परमेश्वर के लोग समझना जरूरी है। ഇപ്പോൾ ഈ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആമേ ഇരുട്ട് കാണുവാൻ സാധിക്കുന്നതല്ല. अगर ये तो वो दुनिया में देखिएगा तो वहां पर अंधेरा नहीं दिखता है।
അഥവാ ഇരുട്ടുണ്ടെങ്കിലും രാത്രിയാണെങ്കിലും നമുക്ക് ആ ഇരുട്ടിനെ മാറ്റുവാൻ നമ്മുടെ ബുദ്ധി, ഇന്നത്തെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ലൈറ്റുകൾ വെച്ചാൽ ആ ഇരുട്ട് മാറുവാനിടയായിത്തീരും. अगर अंधेरा हो जाएगा तो भी अभी का जो सिस्टम जो ऐसा बना दिया है कि वो लाइट के द्वारा उस उजियारे को हम बदल के अंधेरा को बदल के उजियारा में हम कर सकता है. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദിയിൽ എന്നാരംഭിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ബൈബിളിൽ 2 പുസ്തകങ്ങൾ നമുക്കറിയാം ആദിയിൽ എന്നാരംഭിച്ച് തുടങ്ങുന്ന, അല്ലെങ്കിൽ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥ കർത്താവായ പഞ്ചഗ്രന്ഥ എഴുതിയ മോശയുടെ പുസ്തകത്തിലെ ആരംഭ പുസ്തകവും, ആമേൻ, പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥ കർത്താവായിരിക്കുന്ന യോഹന്നാന്റെ ആരംഭ പുസ്തകവും ആദിയിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ തന്നെ യോഹന്നാൻ ഇവിടെ എടുത്തു കാണിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് വെളിച്ചത്തെ കുറിച്ചാണ്. ആമേൻ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് 1:9 പറയുന്നത്. आमेन. हम जो बाइबल पढ़ेगा तो जो पुराने नियम में अगर जो पंचग्रंथ है वो पंचग्रंथ में लिखा हुआ, उत्पत्ति की किताब में आदि में करके जो शब्द लिखा हुआ है उसी के समान नया नियम में आएंगे. नया नियम के जो पंचग्रंथ लिखा हुआ यूहन्ना, उसने भी ऐसा लिखा है कि आदि में करके शुरू किया है. लेकिन उस आदि में जो शुरू करके उसने लिखा हुआ जो वचन, उसने ऐसा कहता है कि उस वचन, आमेन, उसके यूहन्ना 1 अध्याय उसके 9 आयत में हम देखेगा तो सच्ची ज्योति जो हर एक मनुष्य को प्रकाशित करती है वो जगत में आने वाली तय करके लिखा हुआ है. യേശു ക്രിസ്തുവാണ് വെളിച്ചം. ആ യേശു ക്രിസ്തുവിന്റെ വെളിച്ചം എവിടെയാണ് ആവശ്യമുള്ളത്? പാഴ് ശൂന്യമായ ഭൂമിയിലല്ല, മറിച്ച് ഇരുട്ടിലായിരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവചനം പറയുന്നത്. യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായം നോക്കുമ്പോൾ, അവേ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനത്തോട് പറയുന്നു. അവൻ വെളിച്ചം വന്നിട്ടും എഴുന്നേൽപ്പാൻ കഴിയാതെ, പ്രകാശിപ്പാൻ കഴിയാതെ ആയിരിക്കുന്നവരോട് പറയുകയാണ്, വിശ്വാസത്താൽ ഒരു എഴുന്നേൽപ്പ്, ആമേ, ആ വെളിച്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആമേൻ ആരംഭിക്കുവാൻ തുടങ്ങുന്നുവോ, എന്നാൽ ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും ദൈവത്തിന്റെ ജനമേ. आमेन. उस प्रकाश कौन है? उस प्रकाश जो उस ज्योति जो प्रभु यीशु मसीह है. लेकिन उस यीशु मसीह उस ज्योति हमें दिखाना चाहिए. वो पानी के ऊपर नहीं है, वो धरती के ऊपर नहीं है. वो कहाँ होना चाहिए? यशायाह की किताब 60 अध्याय हम पढ़ेगा तो वहां पर कहता है, हमें उठ और प्रकाशमान हो जाओ, तेरा प्रकाश आ गया है, क्योंकि यहोवा का तेज तेरे ऊपर उदय हुआ है. क्योंकि अंधेरा की अवस्था में पड़ा हुआ उसी लोगों के बीच में इस प्रकाश हमें प्रकट होना चाहिए. जो अंधकार में, जो परमेश्वर के आमेन ज्योति को नहीं पाया हुआ अवस्था में पड़ा हुआ, उनके बीच में ये ज्योति प्रकट होना चाहिए. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം ആദ്യം ഇരുട്ടിലായിരുന്നു, ആ ഇരുട്ടിലായിരുന്നപ്പോൾ ഇരുട്ടിന്റെ പ്രവർത്തികളെ നാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, ഇരുട്ടിലായിരുന്നപ്പോൾ പാഴും ശൂന്യതുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എന്നാൽ ഇരുട്ടിനെ മാറ്റുന്ന യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ പരിവർത്തനം സൃഷ്ടിക്കുവാനിടയായി തീർന്നു. പാഴും ശൂന്യതയും മാറി ഇന്ന് പ്രത്യാശയുടെ അനുഭവത്തിൽ ഒരു നിറവിന്റെ, ആമേ, പുറമേ അല്ല, മറിച്ച് അകമേ ഒരു സന്തോഷത്തിന്റെ പരിപൂർണതയിൽ, ഒരു ആമേൻ ഹല്ലേലൂയ സമാധാനത്തിന്റെ നിറവിൽ, പ്രത്യാശയുടെ നിറവിൽ ആമേൻ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. आमेन. पौल कहता है, जो अंधकार हमें जो नहीं चाहते हुए काम करते हुए अंधकार के जो शक्ति है, आमेन, वो दबा दिया है. पहले तुम अंधकार में थे, पहले तो अनजान में थे, लेकिन प्रभु ने तुम्हें उजियारे में ले आया है. वैसा मेरे जीवन में भी पहले अंधकार में थे, परमेश्वर को नहीं जानते हुए अवस्था में, जो अंधकार की अवस्था में पड़े थे, लेकिन वहां से मुझे उजियारे में लेके आकर जो शून्य और भेदोल पड़ा हुआ मेरा जिंदगी को एकदम आमेन उजियाला बनाकर, एकदम आमेन सुंदरता बनाकर इस अवस्था में लेके आया हुआ जो परमेश्वर है.
എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആരെങ്കിലും ഈ വെളിച്ചത്തെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, ആരെങ്കിലും ഈ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, സകല ഭൂമിയുടെയും രക്ഷകൻ, സകല ലോകത്തിന്റെയും രക്ഷകൻ, ദൈവം പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പത്രോസിലൂടെ ദൈവം സംസാരിച്ച ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ദൈവത്താൽ നൽകപ്പെട്ട ദൈവം നൽകിയ സകല മനുഷ്യരുടെയും രക്ഷ യേശു ക്രിസ്തുവാണ്. ആ രക്ഷയെ ആര് കൈക്കൊള്ളുന്നുവോ അവന്റെ കയ്യിൽ ഒരു രക്ഷയുടെ പാനപാത്രം ഉണ്ടാകും. ആ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. आमेन। अगर जो कोई ये उजियाले को प्राप्त नहीं किया है, ये परमेश्वर को प्राप्त नहीं किया है, तो आमेन, आज वो परमेश्वर को स्वीकार करने के लिए उस परमेश्वर को प्राप्त करना चाहिए, क्योंकि जो कोई इसको स्वीकार करता है उनका जीवन में जो उद्धार मिल जाता है, क्योंकि जो कोई उसको स्वीकार करने वाला है उनको उद्धार किया जाएंगे। वो उद्धार पाया हुआ व्यक्ति के हाथों में एक उद्धार के पात्र हो जाता है। वो उद्धार के पात्र लेके परमेश्वर के नाम को महिमा करना पाए, आमीन, उनको उनके जीवन उजियाले में बदल जाते हैं। നമ്മുടെ മുമ്പാകെ 2-3 മിനിറ്റ് കൂടി ഇനിയുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ യേശു വെളിച്ചമാണ്. ആമേൻ. യേശു പറഞ്ഞു തന്റെ ഗിരിപ്രഭാഷണത്തിൽ 5-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുകയാണെങ്കിൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ऐसा है कि जो അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത് നമ്മുടെ നല്ല പ്രവൃത്തിയിലൂടെയാണ്. എങ്കിൽ വിശ്വാസികളുടെ ദൈവമക്കളുടെ നല്ല പ്രവൃത്തി വചനപ്രകാരമുള്ള യേശു പ്രവൃത്തി കാണിച്ച മാതൃകയിൽ പിന്തുടരുന്ന നല്ല പ്രവൃത്തിയുടെ വെളിച്ചമെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അവന്റെ വെളിച്ചം ലോകത്തിന് കാണിക്കുവാനിടയായിത്തീരും. വെളിച്ചമുണ്ടാകട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. സമയം തന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.